രണ്ട് കൈ കൂട്ടി തട്ടിയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. രണ്ടുപേര് തമ്മിൽ വളരെ വലിയൊരു വഴക്ക് നടക്കുകയാണ്. ആ വഴക്ക് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളോട് നിങ്ങൾ പറയുന്ന ഒരു കാര്യമായിരിക്കും ഇത്. അതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആവണം, ഒരാളുടെ മറുപടി ഒന്ന് നിൽക്കണം. അപ്പം മറ്റേ ഓട്ടോമാറ്റിക്കലി ഇത് മറുപടി പറയാതിരിക്കും. അതുകൊണ്ട് തന്നെ വഴക്ക് സോൾവ് ആവും. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മളൊരു ഉദാഹരണം ഇരുന്ന് പറയാനുള്ള ഒരു കാര്യമാണ് എന്ത്, രണ്ട് കൈ കൂട്ടി തട്ടിയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഒരാളൊന്നും മിണ്ടാണ്ട് നിൽക്ക്. സ്വാഭാവികമായിട്ടും അങ്ങനെ വളരെ മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരു വഴക്കില് അവര് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ആലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടൊന്നും ആയിരിക്കില്ല. ആ വഴക്കിൽ എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കും. ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. ഞാൻ റോബിൻ. എന്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരു ഇരുമ്പ് പണിക്കാരുടെ ശാലയിലേക്ക് രാത്രി ഒരു പാമ്പ് ഇഴഞ്ഞു കയറി. വളരെ ഇരുട്ടാണ്, പാമ്പിനൊന്നും കൃത്യമായിട്ട് കാണാനൊന്നും സാധിക്കുന്നില്ല. ഇഴഞ്ഞെത്തിയ പാമ്പ് ഒരു സാധനത്തിൽ തട്ടിയ വഴിക്ക് പാമ്പ് ഉടനെ തന്നെ ആ സാധനത്തിനെ കൊത്തി. പക്ഷെ കൂടുതലായിട്ട് വേദനിച്ചു എന്നല്ലാതെ ആ സാധനത്തിന് യാതൊരുവിധ മാറ്റവും സംഭവിച്ചില്ല. പാമ്പിന് അത് എന്താണെന്ന് മനസ്സിലായില്ല. തന്നെ ആക്രമിക്കാൻ വന്ന ആളാണെന്ന് കരുതിയിട്ട് പാമ്പ് വീണ്ടും ആ സാധനത്തിനെ വലിഞ്ഞു മുറുകി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ പണിക്കാരൻ വന്ന് പണിശാല തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ഒരു അരിവാളിന്റെ മുകളിൽ ചത്തു കിടക്കുന്ന ഒരു പാമ്പിനെയാണ്. പ്രതികരണങ്ങൾ പൊതുവായി രണ്ടു തരത്തിലാണ്. ഒന്ന് വികാരം കൊണ്ടോ മറ്റൊന്ന് വിചാരം കൊണ്ടോ. നേരത്തെ പറഞ്ഞ ആ വഴക്കില് ആ പ്രതികരണങ്ങൾ പൂർണ്ണമായും വികാരത്തിന്റെ മുകളിൽ ഉണ്ടാവുന്നതാണ്. ഒരിക്കലും വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ മറുപടി പറയണം, എന്ത് മറുപടി പറയണം എന്ന് ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ചിട്ട് പറയുന്ന കാര്യങ്ങളായിരിക്കില്ല അത്. സത്യം പറഞ്ഞാൽ എന്തിനാ എതിർക്കുന്നത് എന്ന് പോലും ആലോചിക്കാതെയായിരിക്കും പലയിടത്തും മറുപടി പറയുന്നത്. അത്തരത്തിലൊരു വഴക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാറുണ്ട്, ആ സമയത്ത് ദേഷ്യത്തിന് അറിയാതെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ. ആ വഴക്കിന്റെ സമയത്ത് അയാളുണ്ടാവുന്ന അഹംബോധം, അതായത് ഒരു തരത്തിൽ പറഞ്ഞൊരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തീർക്കുന്നതാണ് അത്തരം വാക്കുകളും വാക്യങ്ങളെല്ലാം. തന്റെ എതിരെ നിൽക്കുന്ന ആളെ ജയിക്കണം എന്നൊരു ചിന്ത മാത്രമേ ആ സമയത്ത് അയാൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. ഒരുപക്ഷെ ആ ഒരു സമയത്ത് ഒരു മറുപടിയും കൊടുക്കാതെ നിശബ്ദമായിരിക്കുന്നത് പോലും നല്ലൊരു മറുപടിയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ ചിന്തിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എടുത്തു ചാടി ഒന്നിനെയും എതിർക്കരുത്. അതെ, ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും അനുകൂലിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമായിരിക്കും. പക്ഷെ എടുത്തു ചാടി നിങ്ങളുടെ അഭിപ്രായം എന്ന രീതിയിൽ അതിനെ എതിർക്കാൻ പാടില്ല. അതിന്റെ എല്ലാ വശവും ശ്രദ്ധിച്ച് കേട്ട് എന്താണ് അവിടുത്തെ കാര്യമെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പ്രതികരിക്കുക. രണ്ടാമത്തെ കാര്യം, കുപിതനായിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കുക. അതായത് മറ്റേതെങ്കിലും കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് അതിന്റെ ആ ഒരു വേവലാതിയിലോ ടെൻഷനിലോ നിൽക്കുന്ന സമയത്ത് ഇത്തരം വഴക്കുകളോ കാര്യങ്ങളോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ പരമാവധി അതിന് മറുപടി നൽകാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, വിഡ്ഢികളുടെ മുമ്പിൽ കഴിവ് തെളിയിക്കാതിരിക്കുക. അതായത് നിങ്ങളെ എതിർക്കുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ എതിർത്താൽ നിങ്ങൾ അതിൽ ജയിക്കും എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അത്തരം കാര്യത്തിൽ നിങ്ങൾ അതിനെ എതിർക്കുന്നതും അതിന് ജയിക്കുന്നതും വ്യർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും അല്ലെങ്കിൽ ഏതൊരു പ്രതികരണവും 2 ലക്ഷ്യങ്ങളോടുകൂടി ആയിരിക്കണം. ഒന്നെങ്കിൽ ആ പ്രവൃത്തി മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം നൽകുന്നതായിരിക്കണം, അല്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും അനുഭവമോ അറിവോ ലഭിക്കുന്നതായിരിക്കണം. ഇത് രണ്ടും അനന്തരഫലമായി സംഭവിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അപക്വമായ വെറും അനാവശ്യമായ പ്രവൃത്തികളാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ നിങ്ങളെ എതിർക്കുന്നവരെ തിരിച്ചെതിർക്കണം അല്ലെങ്കിൽ തിരിച്ചവരെ വേദനിപ്പിക്കണം എന്ന് ആഗ്രഹത്തോടെ ഒരു കാര്യം ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രവൃത്തി എവിടെയും അവസാനിക്കാതെ തുടർന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അയ്യപ്പനും കോശി എന്ന സിനിമ വളരെ വിശദമായിട്ട് കാണുക. അതിൽ നല്ല രീതിയിൽ അത് കാണിച്ചു തരുന്നുണ്ട്. പ്രതികാര മനോഭാവത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയും അവസാനിക്കില്ല. അതങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. അത് നിങ്ങളുടെ തലച്ചോറിനെയും നിങ്ങളുടെ മനസ്സിനെയും വികൃതമാക്കിക്കൊണ്ടിരിക്കും. എന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളെ വിശുദ്ധരാക്കി കളയാം, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം പാലിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ഓരോ ദിവസവും നിങ്ങൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചിന്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അത് നിങ്ങളിലൂടെ അത് മറ്റുള്ളവർക്ക് എത്തും എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇതിലൂടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തീർച്ചയായിട്ടും ഞെക്കിക്കൊള്ളുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചോളുക. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം വേറൊരു ടോപ്പിക്കായിട്ട് വരാം. ഇതുവരേക്കും ടാറ്റാ, സീ യു, ബൈ. അതെ, ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും നിങ്ങൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ മറ്റേതെങ്കിലും കാര്യം ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട്